വെള്ളാപ്പള്ളി നടേശൻ കലുപ്പ് മൂഡിലാണോ? കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്ക് വാങ്ങി എറിയുകയാണ്. അതോടൊപ്പം തന്നെ അവരോട് ദേഷ്യപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്? അല്ല, അത് ഒരു കണക്കിന് നന്നായി. റിപ്പോർട്ടറിനെ കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെ പോലെ അങ്ങനെ മോറൽ ഹൈ ഗ്രൗണ്ട് ഉണ്ടാവും. അതില്ല ചാനൽ. അത് അവർ തന്നെ പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ വഴി കുറ്റം കൊണ്ടല്ല അത്. പിന്നെ അതല്ല, ഒരുമാതിരി അയാളാക്കുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി എന്തൊക്കെ തന്നെ വളരെ സീനിയർ മോസ്റ്റ് നിന്റെ അപ്പൂപ്പൻ്റെ പായല്ലേ അങ്ങനെ. കേരളത്തെ വലിയ സാമുദായിക നേതാവാണ്. അദ്ദേഹത്തിന് വയ്യായികയുണ്ട്. എന്നിട്ട് അദ്ദേഹം പൊതുവെ എല്ലാവരും വളരെ പ്ലീസിങ് ആയിട്ട് ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ മുൻപ് അദ്ദേഹത്തെ ഒരു കോടതി ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി ആണെങ്കിൽ പിണറായിയോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ധൈര്യപ്പെടും. പണ്ട് അവർ കുറച്ച് കളിച്ചു വെക്കുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ പിണറായി വന്നാൽ മിണ്ടാതിരിക്കും. അതേപോലെ തന്നെയാണ് ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ. ഇതിപ്പോൾ മലപ്പുറത്തെ ആ ഒരു പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ പ്രസ്താവനയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് പറഞ്ഞത് മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും അവർക്ക് കോളേജുകളില്ലാന്നുണ്ടോ? NSSനുണ്ടോ? NSS മഞ്ചേരി ഒരു കോളേജുണ്ട്. പക്ഷെ കോഴിക്കോട് NSSന് കോളേജ് ഇല്ലല്ലോ. കണ്ണൂരുണ്ട്, കാസർഗോഡ് ഇല്ലല്ലോ. അത് അവർക്ക് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പല സഭകൾക്കും എല്ലാ സഭകൾക്കും എല്ലാ ജില്ലയിലും ഉണ്ടാവും അല്ലല്ലോ. പക്ഷേ അങ്ങനെ സഭകൾ കൂട്ടണ്ട. NSS പ്രധാനപ്പെട്ട സംഘം. പക്ഷേ NSSന് എല്ലാ ജില്ലകളിലും ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് SNDPക്കും ഉണ്ട്. അത് മുസ്ലിങ്ങളായിട്ട് തടഞ്ഞു വെച്ചാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നത് ഇപ്പോൾ കോളേജ് ആർക്കും അഫിലിയേറ്റഡ് കോളേജ് തുടങ്ങാം. അങ്ങനെ വേണ്ടത് എയ്ഡഡ് കോളേജുകളാണ്. അല്ല, പിണറായി അടിക്കാനുള്ള ഒരു വടിയാണോ വെള്ളാപ്പള്ളി? കാരണം ഈ മാധ്യമങ്ങൾ പലതവണ ആവർത്തി ചോദിക്കുന്നത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിനുള്ളിൽ കയറ്റി. ഇതാണ് ഏറ്റവും വലിയ അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം. അതിന് വെള്ളാപ്പള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അവർണനായതുകൊണ്ടാണ്. ഞാനൊരു സവർണനായിരുന്നെങ്കിൽ ഞാൻ ന്യൂനപക്ഷക്കാരനാണ്, നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ഇത് സവർണനോ അവർണനോ എന്നുള്ളതല്ല. ഉദാഹരണമായിട്ട് NSSൻ്റെ സംഗീത കുമാർ സാറെന്ന് തോന്നുന്നു NSSനെ റെപ്രസെൻ്റ് ചെയ്ത പരിപാടി പങ്കെടുത്തത്. അതിൻ്റെ പുറത്ത് വിമർശിക്കുന്ന ആളുകളുണ്ട്. സംഗീത കുമാർ സാറിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന പിണറായിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ പണ്ട് പലരും തലയിൽ മുണ്ടിട്ട് ചെയ്ത കാര്യം പിണറായി ഓപ്പണായി ചെയ്യുന്നു എന്നുള്ളതാണ്. പണ്ട് ഇവരെന്താ ചെയ്തുകൊണ്ട് NSSനെയും SNDPയെയും പകല് കുറ്റം പറയും. രാത്രി ഒരു കറുത്ത കാവ് എടുത്ത് ഗെറ്റപ്പ് മാറ്റി. മറ്റേ സിനിമയല്ലേ, സിനിമ ഉണ്ടായിരുന്നല്ലോ, ഹസ്ബൻഡ് ഇൻ ഗോവേ, നോ എൻട്രി. ഹിന്ദിയിൽ നോ എൻട്രി എന്നതിന് വരും. മലയാളത്തിൽ വേറെ ഗോവയിൽ പോകുന്നതാണോ? ജയറാം പത്രാധിപരായിട്ടുള്ള സിനിമ നോ എൻട്രിയാണ് ഹിന്ദിയിൽ. അപ്പോൾ അതിൽ മണിയമ്പിള്ള രാജുവിൻ്റെ കഥാപാത്രമാണ്. അങ്ങനെ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അങ്ങേർക്ക് ഒരു മോഡലിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ആഗ്രഹം വെച്ചാൽ മോഡലൊന്നും തൊടണം. വേറെ ആഗ്രഹമൊന്നുമില്ല, ഒന്ന് തൊടണം, ടച്ചിങ്. ഒന്ന് മോഡലായിട്ട് റീമാക്കല്ലിങ്ങലാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഗതറൊക്കെ മാറ്റി ഗെറ്റപ്പൊക്കെ മാറ്റി ബിഗൊക്കെ വെച്ചിട്ട് ഓർഡർ പോകുന്ന സീനുണ്ട്. അതേപോലെ ഇവരെല്ലാം പകരം SNDP NSS കുറ്റം പറയും. SNDP NSS മോശക്കാരല്ലല്ലോ, പക്ഷെ ഇവർക്ക് രസമാണ്. SNDP NSS മാധ്യമങ്ങൾക്കൊരു റിപ്പോർട്ടായല്ലോ. ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ചങ്ങനാശ്ശേരിയും മിക്കവരും ഭൂരിപക്ഷം അപൂർവം ചില ആളുകൾ വെച്ച് ഈ റിപ്പോർട്ടേഴ്സ് ചങ്ങനാശ്ശേരിയും കണിച്ചിക്കുളങ്ങനെയും പോയി ചാടിക്കുന്ന ആളുകളാണ് വൈകുന്നേരം പലരും. എന്നാലും ഇവർക്ക് രസമാണ്. അപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ രാത്രി അവിടെ പോയി മണിച്ചേട്ട സഹായിക്കണമെന്ന് വന്ന് കാലിൽ വീഴും. ഇവിടെ മുതലാളിയെ സഹായിക്കണമെന്ന് ഇവിടെ കാലിൽ വീഴും. ഇങ്ങനെയുള്ള ആളുകളാണ് ഭൂരിപക്ഷം. നിങ്ങൾ വല്ല കൊലക്കൊമ്പന്മാരും. ഇത് മാറ്റി പിണറായി എന്ത് പകൽ വെളിച്ചത്ത് തന്നെ ഇവരുമായിട്ട് ഇടപെട്ടു. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അപ്പോൾ ഇവരുടെ ഈ പറയുന്ന മലയാളിയുടെ കള്ള സദാചാരം, എന്താണ് പറയുക, സെക്കുലേഴ്സും ഉണ്ടല്ലോ, അത് പൊളിഞ്ഞു പോയി. പിണറായി പിന്നെ സ്കോപ്പില്ലല്ലോ. പിണറായി വെള്ളാപ്പള്ളി തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. സംഗീത കുമാർ സാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇവർക്കൊന്നും മിണ്ടാതായി. പിന്നെ വേറൊരു കാര്യത്തിൽ ഇവർ വെള്ളാപ്പള്ളിന്ന് ഇവർ ഈ മാധ്യമങ്ങളെല്ലാം കേരളത്തിലെ ഇരുട്ടിൻ്റെ വക്താവായിട്ടാണ് പൊതുവെ കാണിച്ചിട്ട്. മൂപ്പരോട് നേരിട്ടതൊന്നും പറയുകയില്ല, അല്ലാതെ മൂപ്പരില്ലാത്ത വേദികൾ അങ്ങേരെ കൊണ്ടേ വളരെ മോശം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകൾ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരാളുമായിട്ട് നിരന്തര സമ്പർക്കം വരുന്ന ഇവരുടെ ഈ ഒരു സംഭവം വിലപ്പോവില്ല. അപ്പം ഇങ്ങനെ പല കാലം കൊണ്ട് ഇവർക്ക് ഈർഷ്യുണ്ട്. ഇത് വെള്ളാപ്പള്ളി സാറിനോട് മാത്രമല്ല, സുമാനായ സാറിനോട് ഇവർക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? അതേ ഉമ്മർ ആരെ എൻ്റർടൈൻ ചെയ്യല. അധികം ചോദ്യം ചോദിച്ചാൽ ആ മതി, ഇത്രയേ ഉള്ളൂ എന്ന് പറയും, അല്ല ഇപ്പം വേണ്ടെന്ന് പറയും. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ NSSൻ്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഒരു സർക്കുലർ കൊടുക്കും. സർക്കുലർ അല്ല, ഒരു കമ്മ്യൂണിറ്റി കൊടുക്കും, എഴുതി കൊടുക്കും, ഇന്ന കാര്യങ്ങൾ തീരുമാനിച്ചു, ഒരു ചോദ്യം സംഭവിക്കില്ല.
അപ്പോൾ അതുകൊണ്ട് ഇവരെ ലാളിക്കുന്ന ഒരാളല്ല. ഇതിന്റെ പക്ഷെ ഇവർക്ക് രണ്ടുപേരും ഭയങ്കര എന്താ പറയുക, ഒരാളാണ് സുരേഷ് ഗോപി. വേറൊരാൾ സുരേഷ് ഗോപിയാണ്. അപ്പൊ ഇവരൊക്കെ ശത്രുക്കളെ, ഇവരെ ലാളിക്കാത്തവരൊക്കെ ശത്രുക്കളാണ്. അതാണ് വെള്ളാപ്പള്ളിയോട്. പക്ഷെ വെള്ളാപ്പള്ളി അങ്ങനെയല്ലോ. വെള്ളാപ്പള്ളി പൊതുവെ നല്ല ആതിഥേയനാണ്. ഞാൻ കേട്ടിട്ട് ഈ പത്രക്കാരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് അവിടെ ഹോട്ടലുണ്ട്, ട്രിവാൻഡ്രം റെസിഡൻസി ഹോട്ടലുണ്ട് കടിച്ചിക്കോളം, അങ്ങനെ ഹൈവേയുടെ സൈഡിൽ. അവിടെ ഗംഭീര ഫുഡാണ് അവർ കൊടുക്കുന്നത്. മൂപ്പര് പൊതുവെ ഇവരൊക്കെ ഇപ്പം NSS അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ പരിഗണന കിട്ടില്ല. അവഗണിക്കുകയില്ല, രണ്ടുമില്ല. അവഗണിക്കുകയില്ല, പൂർണ്ണമായിട്ട് അവഗണിക്കുകയില്ല, എന്നാൽ തലയെ വെച്ചുകൊണ്ട് നടക്കുകയില്ല. ഇങ്ങേര് തലയിൽ വെച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെ നന്നായി എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യും അത്. എന്നാലും ഇങ്ങനെ കുറ്റം പറയും. എന്നാണ് ഇവരുടെ രീതി. മറ്റേന്ന് വെച്ചാൽ പിന്നെ NSS അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പേടിയുണ്ട്. പേടിയെന്ന് വെച്ചാൽ ഈ പറയുന്നതിന് ഇവരെ കൊണ്ട് ജീവിക്കേണ്ട ആവശ്യം NSS ഇല്ലല്ലോ. വെള്ളാപ്പള്ളി ഇവരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ NSS അവരാവശ്യമില്ലാത്തതുകൊണ്ട് ഇവർക്കാണ് NSS ആവശ്യം. ആ ഒരു പേടിയുണ്ട്. അവിടെ പേടി എന്നുള്ള ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട അസൂയയാണ്. ഇവിടെ എന്നുള്ളതെന്ന് വെച്ചാൽ മുതലാളിനെ ഒരു കോമാളിയാക്കി വെച്ചിട്ട് ഈ റേറ്റിംഗ് കൂട്ടാനുള്ള സംഭവമാണ്. മൂപ്പര് വല്ല സമയത്ത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പലതവണ പറയുകയാണ് അദ്ദേഹത്തെ വർഗീയവാദിയാക്കാനുള്ള. അല്ല, ഒന്ന് അത് തന്നെ, ഈ മൂപ്പരെ ഒന്ന് വർഗീയവാദിയാക്കും, ഒന്ന് അതോലക്കാരനാക്കും, ഒന്ന് കോമാളിയാക്കും. ഇത് മൂന്നെണ്ണമാണ് മൂപ്പര. പൊതുവേ ഒരു കോമാളിയാണ് മൂപ്പര ആക്കാറുള്ളത്. നീ നോക്കിയാൽ മതി, പല പരിപാടിയും മൂപ്പര കോമാളി രൂപത്തിലാണ് അവതരിപ്പിക്കുക. മൂപ്പരാണ് പറയാനുള്ള പച്ചയ്ക്ക് പറയുകയും ചെയ്യും. അതാണ് മൂപ്പരുടെ കാര്യം. മൂപ്പര് വർഗീയവാദിയാന്ന് ചോദിച്ചാൽ എനിക്ക് വർഗീയവാദിയായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. മൂപ്പരെ സംബന്ധിച്ച് അങ്ങനെയാണ്. മൂപ്പർക്ക് ഇപ്പോൾ BJP കണ്ണുപിടിച്ച് സപ്പോർട്ട് ചെയ്താൽ പറ്റും. SDP സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ BJP സ്ഥിതി കുറച്ചുകൂടി വെച്ചാൽ മൂപ്പര് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. LDF എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ചില കാര്യങ്ങൾ മൂപ്പര് പറയുമ്പോൾ ഒരു ആലപ്പുഴക്കാരൻ ഈഴവന്റെ ഒരു സ്ലാങ് അതിൽ കയറി വരും. ഈ ഒരു മുസ്ലിംസിനോടുള്ള റൈവൽറി ആ പ്രദേശത്തേക്കുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി വളരെ കാര്യമായിട്ടുണ്ട് താനും. അത് നമ്മൾ ലോക്കലി അത് ഇവർ രണ്ടൊരു കച്ചവടക്കാരായതിൻ്റെ റൈവൽറി ഉണ്ട്. പിന്നെ ഇസ്ലാം വളരെ ക്രിസ്ത്യാനികളെ പോലെ മുസ്ലിംസ് അങ്ങനെ ഒരു സുഖിപ്പിച്ച് സംസാരിക്കുന്ന ടൈപ്പല്ലല്ലോ പൊതുവെ. ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുറച്ച് അവർ കച്ചവടക്കാരാണെങ്കിൽ സുഖിപ്പിച്ച് സംസാരിക്കും. ഇതത് ചെയ്യില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള റൈവൽറി ഉണ്ട്. അത് മൂപ്പര് പറയുമ്പോൾ അതിൻ്റെ ഡോസ് കൂടിപ്പോകുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു മുസ്ലിം വിരോധമൊന്നും മൂപ്പർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് പല സമയത്തും ജലീലിനെ പറ്റി വരെ നല്ലത് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ മൂപ്പരെ മോൻ അവിടെ ജയിലിൽ കുടുങ്ങിയ സമയത്ത് യൂസഫ് അലി സാറല്ലേ സഹായിച്ചത്. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്ന് വെച്ചാൽ മൂപ്പര് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് സ്ഥലത്തും കോളേജ് കിട്ടാത്തതല്ല മൂപ്പര്, പക്ഷേ എയ്ഡഡ് കിട്ടാത്തതാണ്. അപ്പോൾ എയ്ഡഡ് ഇപ്പം കൊടുക്കാൻ ഗവൺമെന്റ് അല്ല, അതിന്റെ പ്രശ്നം പ്രോബ്ലം എന്താ അറിയോ, പിണറായി സർക്കാരിലെ ഭരിക്കുന്നത് അല്ല, എയ്ഡഡ് കൊടുക്കാൻ ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മലബാർ വളരെ പതുക്കെയാണ് ഈ വിദ്യാഭ്യാസത്തിലേക്കും പുരോഗതിയിലൊക്കെ വന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് അവിടെ കുറേ മുസ്ലിം മാനേജ്മെൻറ്റുകൾ വന്നു. അപ്പോൾ അവർക്ക് പരിഗണന കൊടുത്തു. PSMO കോളേജ്, MES പരിഗണന കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും SNDPക്കും NSSനും വേണ്ട വിധത്തിലുള്ള പരിഗണന മലബാറിൽ കിട്ടിയിട്ടില്ല. അത് NSSന് മലപ്പുറത്ത് ഒരു മഞ്ചേരി ഒരു കോളേജുണ്ട്, സ്കൂളുകളുണ്ടെന്നു. കോഴിക്കോട് NSSൻ്റെ സ്കൂളുണ്ട്, കോളേജില്ല. മട്ടന്നൂർ കോളേജ് കണ്ണൂരുണ്ട്. ഇവിടെ SM കോളേജ് ഇവർക്കുണ്ട് കണ്ണൂർ. എന്നാൽ കാസർഗോഡ് ഇവർക്ക് രണ്ടുപേർക്കും കോളേജില്ല. വയനാട്ടിൽ രണ്ടുപേരും കോളേജില്ല. അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ മുസ്ലിം മാനേജ്മെൻറ്റുകൾ വന്നപ്പോൾ അവർക്ക് പരിഗണന കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവർ ജനസംഖ്യ ആനുപാതികമായി കൂടുതലുള്ളത് കൊണ്ടും രണ്ടാമതായി അവർ പിന്നോക്കം നിൽക്കുന്ന സമുദായം ആയതുകൊണ്ട് അവർ പിന്നെയാണ് ഇതൊക്കെ ആവശ്യപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ അവർ കൊടുത്തിട്ടാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. മലയാളിക്ക് അവിടെ എയ്ഡഡ് കോളേജ് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു അഫിലിയേറ്റഡ് കോളേജ് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു എയ്ഡഡ് കോളേജ് ഇപ്പോൾ ആർക്ക് കൊടുക്കാനും ഗവൺമെൻറ്റിന് പൈസ ഇല്ല. പക്ഷെ അത് ആ സമുദായത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ റിയാലിറ്റി എന്ന് വെച്ചാൽ മുസ്ലിം മാനേജ്മെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏരിയ എന്നുള്ള രീതിയിലും ഇതൊക്കെയാണ് അത് പോയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പിന്നെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ആലപ്പുഴക്കാരൻ സാധാരണക്കാരൻ ഈഴവൻ്റെ വോയിസ് പുറത്തു വന്നു എന്നൊരു പ്രോബ്ലമാണ് അതിലുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ പരിഗണിച്ച് അത് ക്ഷമിക്കാവുന്നതായിരുന്നു. അല്ല, മാധ്യമങ്ങൾ അവസാനം ലക്ഷ്യമിടുന്നത് എന്താണ്? പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുക, അതാണ് ലക്ഷ്യം. അല്ല, അവർക്കത് വേണം. പിണറായിനെ ആര് സപ്പോർട്ട് ചെയ്താലും ഇവർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. അത് ഇപ്പം ഞാനും എല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ. ഞാൻ പിണറായിയെ കണ്ണൂർ സപ്പോർട്ട് ചെയ്യുന്നോളം തന്നെ. ഞാൻ വെറുതെ നോക്കിയിട്ടാണ് പിണറായി മോഡിയെ നമ്മൾ സതീശനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവർക്കൊക്കെ വേണ്ടത് ഇവർ പറയുന്നത് നമ്മൾ ആ രീതി ചിന്തിക്കണം. നമ്മൾ മീഡിയ വണ്ണിൻ്റെ ഭാഷയെ സംസാരിക്കണം. അതിന് നമ്മളെ വെട്ടി കിട്ടും. അതിനൊന്നും പിണറായി വിജയന് വെള്ളാപ്പള്ളിനും കിട്ടുന്നില്ല. അതാണ് ഇവർക്ക് വെള്ളാപ്പള്ളിയോടുള്ള പ്രശ്നം. ഇവർക്ക് ഈ പക്ഷേ ഇവരോട് മാത്രമല്ല, ഈ രണ്ടുപേരോടുണ്ട്. NSSനോട് SNDPനോട് ഇവർക്ക് എന്തോ ഒരു പകയാണ്. പിന്നെ NSSന് ഇവരൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവർക്കറിയാം NSSൻ്റെ ആവശ്യം ഇവർക്കാണ്. അതുകൊണ്ട് NSSനോട് അധികം കയറി കളിക്കുകയില്ല. പക്ഷേ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി ഇവരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ മീഡിയനെ. അതുകൊണ്ട് ഇവർ മൂപ്പരോട് കൂടുതൽ ടാർഗറ്റ് ചെയ്യും.
പിന്നെ മൂപ്പരെന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ മുസ്ലിം സർക്കിളിനൊക്കെ ഒരു ബിരിയാണിയും കിട്ടുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് മര്യാദയല്ലേ. ആ പണ്ട് പിണറായി ഇപ്പം ഞാൻ പറഞ്ഞില്ല, മുമ്പ് പിണറായി വിജയനാണ് ഈ രീതിയിൽ സംസാരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അവർ ആ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കുള്ളൂ. പിണറായി വിജയൻ ശുഭിതനായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് ജനറേഷൻ മാധ്യമപ്രവർത്തകരാണ് ചോദിച്ചിട്ടുള്ളത്. അവർ വളരെ മാന്യമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ മീഡിയയിലെ ന്യൂ ജനറേഷൻ മാധ്യമപ്രവർത്തകർ ഒരു ബോധവും അന്തവും കുന്തവും ഇല്ല. പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ കുറ്റം പറയാനും പറ്റില്ല. അവരർഹിച്ചത് അവർക്ക് കിട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.